ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടത്തെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇടി ഒന്ന് അടങ്ങ് ചെറിയമ്മേ, ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഏട്ടത്തി പറഞ്ഞ ശരിയാ. എനിക്ക് എന്നെ പ്രസവിച്ച അമ്മ ആരാന്നറിയില്ല, അച്ഛനെ അറിയില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചും എന്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ദൂരയാത്ര പോയി ഭർത്താവ് തിരിച്ചു വരുമ്പോ കാത്തിരിക്കുന്ന കഥയൊക്കെ എടുത്തി പറഞ്ഞല്ലോ. ആ കാത്തിരിപ്പിൽ എന്തെങ്കിലും ഒരു സത്യസന്ധതയുണ്ടോ? ആ മനുഷ്യൻ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അല്ലാതെ മറ്റെന്തെങ്കിലും ഏട്ടത്തെ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്കിടയില് നമ്മൾ മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്നെ കൊണ്ട് എടുത്തി പറയിക്കരുത്. ആഭരണങ്ങൾ അഴിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ നാടകം നടത്തിയതല്ല. ആ പാവപ്പെട്ട മനുഷ്യന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം. ഏട്ടത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും എന്റെ ഏട്ടൻ എന്നെ കാണുന്നത് ഒരു പെങ്ങളായിട്ട് തന്നെയാണ്. ആ സ്നേഹത്തിന്റെ അർത്ഥവും ആഴവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതിന് വലിയ കുടുംബത്തിലെ പേരുകേട്ട മാതാപിതാക്കൾക്ക് ജനിക്കണമെന്നൊന്നുമില്ല. കിട്ടിയ ജന്മം മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. അല്ലാതെ ഈ ചെറിയമ്മ പറയുന്നത് കേട്ട് വൃത്തികെട്ട ചിന്തകൾ മനസ്സിൽ കയറ്റി വെക്കരുത്. ആ മനുഷ്യനൊന്ന് സത്യസന്ധമായിട്ട് സ്നേഹിച്ചു നോക്ക്. അപ്പ ഇടത്തേക്ക് തിരിച്ചു കിട്ടും. പിടിച്ചടക്കല് മാത്രല്ല ഏട്ടത്തി, വിട്ടുകൊടുക്കലും കൂടിയാ സ്നേഹം. എന്ന് ഏട്ടത്തി സത്യസന്ധമായ ഒരു പെണ്ണാകുന്നോ അന്ന് ഏട്ടന്റെ സ്നേഹം സത്യസന്ധമായി നിങ്ങളിൽ എത്തിയിരിക്കും. ഇത് ഉപദേശമൊന്നും അല്ല കേട്ടോ. ഏട്ടത്തെ നന്നായി കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാ. സൂപ്പർ. നന്നായി മോളെ. ഇതുപോലെ നേരെ നിന്ന് സംസാരിച്ചാല് ചിലരുടെയൊക്കെ അഹങ്കാരം അങ്ങ് മാറി കിട്ടും. എന്താ കൽപ്പനെ, അവള് പറഞ്ഞതിനൊന്നും തിരിച്ചു പറയാനില്ലേ നിനക്ക്? ഹേ, ഏട്ടത്തെ തിരിച്ചു പറയില്ല മുത്തശ്ശി. അത് ഞങ്ങള് തമ്മിലുള്ള ഒരു കരാറാ അല്ലേ ഏട്ടത്തി? നിൽക്കുന്ന തറ മനസ്സിലാവാതെ അവളുടെ ഈ ആട്ടം. അധികം താമസിയാതെ അവളെ ഞാൻ പുറത്താക്കും. ആദ്യം നീ നിന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ നോക്ക്. എന്നിട്ട് മതി അവളുടെ കാര്യത്തിലുള്ള തീരുമാനം.